അമ്പലമുക്ക് കൊലക്കേസിൽ പ്രതി രാജേന്ദ്രന് വധശിക്ഷ എന്ന നിർണായകമായ വിവരങ്ങൾ വരികയാണ്. VS അനുവാണ് നമുക്കൊപ്പം ചേരുന്നത്. അനു, മുൻകാല ക്രിമിനൽ പശ്ചാത്തലം ഉൾപ്പെടെ പരിഗണിച്ചുകൊണ്ട് വധശിക്ഷ പ്രതിക്ക് നൽകണമെന്ന പ്രോസിക്യൂഷൻ ശക്തമായ വാദമുഖം ഉന്നയിച്ചിരുന്നു. പശ്ചാത്താപമില്ലാത്ത ഒരു വ്യക്തിയാണ് ക്രൂരമായ കൊലപാതകം നയിച്ചത് എന്ന് പ്രോസിക്യൂഷൻ വാദിച്ചിരുന്നു. പ്രോസിക്യൂഷന്റെ വാദമുഖങ്ങൾ വിജയം കണ്ടിരിക്കുന്നു. കടുത്ത ശിക്ഷ. അമ്പലമുക്ക് വിനീത കൊലക്കേസിൽ പ്രതിയായ രാജേന്ദ്രനെ കൊലക്കയറിന് അല്ലെങ്കിൽ വധശിക്ഷയ്ക്ക് ഇപ്പോൾ തിരുവനന്തപുരം 7ാം അഡീഷണൽ സെഷൻസ് കോടതി വിധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി വരുന്നത്. നമുക്കറിയാം, നേരത്തെ ബിൽ സൂചിപ്പിച്ചപ്പോൾ തന്നെ ഈ കഴിഞ്ഞ ദിവസമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയത്. ആ സമയത്ത് താങ്കൾക്ക് എന്തെങ്കിലും കോടതിയുടെ മുമ്പിൽ പറയാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് താൻ തെറ്റ് ചെയ്തിട്ടുള്ളത് പോലീസ് കുടുക്കിയതാണ്, താൻ ഇവിടെ അല്ലെങ്കിൽ ഉന്നത അല്ലെങ്കിൽ മുകൾ കോടതികളിൽ നിന്നും താൻ സ്വാഭാവികമായും രക്ഷപ്പെട്ടു വരും, തെറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ തനിക്ക് മനസ്താപവുമില്ല എന്നുള്ള കാര്യമാണ് ഈ പ്രതി അന്ന് കോടതിയെ ധരിപ്പിച്ചത്. പക്ഷേ പ്രോസിക്യൂഷൻ വളരെ ശക്തമായി തന്നെ അതിനെ എതിർത്തു. കാരണം പ്രതി രാജേന്ദ്രന്റെ റൂട്ട് മാപ്പ് അടക്കം നിർണായകമായ CCTV ദൃശ്യങ്ങളടക്കം ശേഖരിക്കുന്നതിൽ പ്രോസിക്യൂഷൻ അല്ലെങ്കിൽ അന്വേഷണ സംഘം പ്രത്യേക വിജയം കണ്ടിരുന്നു. അവർ അക്കാര്യം കോടതിയെ അറിയിച്ചു. മാത്രമല്ല, തമിഴ്നാട്ടിൽ 3 പേരെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് രാജേന്ദ്രൻ. ആ രാജേന്ദ്രനാണ് ആ കേസിൽ ജാമ്യത്തിലിറങ്ങി പുറത്തിറങ്ങിയാണ് തിരുവനന്തപുരത്ത് അമ്പലമുക്കിലെ വിനീത എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട യുവതി. അവർ ഒരു ചെടിക്കറ നിർത്തുകയായിരുന്നു. അവരുടെ 4.5 പവൻ മാല മോഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവരെ കൊലപ്പെടുത്തുന്നത്. പ്രോസിക്യൂഷൻ പ്രധാനമായും പറഞ്ഞത് ഈ 4 പേരെ കൊല ചെയ്തതിൽ 3 പേരും വനിതകളാണ്, സ്ത്രീകളാണ്. അങ്ങനെ സ്ത്രീകളെ കൊല ചെയ്യുന്ന ഇയാൾക്ക് വധശിക്ഷ നൽകാതിരുന്നാൽ അത് നാളെ ഇയാൾ വീണ്ടും കഴിഞ്ഞ തവണത്തേത് പോലെ ഇയാൾ ജാമ്യത്തിൽ ഇറങ്ങാൻ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ഒരാൾക്ക് പോലും അപകടം ഉണ്ടാകില്ല എന്ന് എന്ത് ഉറപ്പാണ് നമുക്ക് പറയാൻ കഴിയുക? കാരണം ഇയാൾ വീണ്ടും കൊല ചെയ്യില്ല എന്ന് എന്ത് ഉറപ്പ് നൽകാൻ കഴിയും? അതുകൊണ്ട് പ്രതിക്ക് പരമാവധി ശിക്ഷ വിധിക്കണം എന്നുള്ളതാണ് പ്രോസിക്യൂട്ടർ M. സലാഹുദ്ദീൻ അന്ന് കോടതിയിൽ വാദിച്ചത്. ഏതായാലും ഇന്നിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിക്ക് വധശിക്ഷ എന്ന ഏറ്റവും ക്യാപിറ്റൽ പണിഷ്മെന്റ് S. രാജേന്ദ്രന് തിരുവനന്തപുരം 7ാം അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി പ്രസൂൺ മോഹൻ വിധിച്ചിരിക്കുന്നു. അനു ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ പ്രതി കുറ്റക്കാരനാണെന്ന് അന്ന് തന്നെ കോടതി കണ്ടെത്തിയിരുന്നു. ക്രൂരമായിട്ടുള്ള കൊലപാതകം, ഒപ്പം തന്നെ കവർച്ച, തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് പ്രതി കുറ്റക്കാരനെന്ന് അന്ന് കണ്ടെത്തിയത്. ഇന്നിപ്പോൾ ശിക്ഷ വിധിച്ചിരിക്കുകയാണല്ലോ. കൃത്യമായ ശാസ്ത്രീയ സാഹചര്യ തെളിവുകൾ പ്രകാരമായിരുന്നല്ലോ അന്വേഷണം. ദൃക്സാക്ഷികൾ കുറവായിരുന്നല്ലോ. ഇതിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് 118 സാക്ഷികളെയും 96 പേരെയും വിസ്തരിക്കുകയും ചെയ്തിരുന്നു. പ്രതിയുടെ ദൃശ്യങ്ങളടങ്ങിയ 12 പെൻഡ്രൈവുകൾ, 7 USB-കൾ എന്നിവ ഹാജരാക്കി. ഇതിനു പുറമെ 222 രേഖകളും പ്രോസിക്യൂഷൻ കോടതിയിൽ സമർപ്പിച്ചിരുന്നു. ഇയാൾ ഒരു നിരന്തര കുറ്റവാളിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ, അതിക്രൂരമായ കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ മടിയില്ലാത്ത ഒരു വ്യക്തിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അപൂർവങ്ങളിൽ അപൂർവമായി ഈ കുറ്റകൃത്യത്തെ കണ്ട് പരമാവധി ശിക്ഷ നൽകണമെന്നായിരുന്നല്ലോ പ്രോസിക്യൂഷന്റെ വാദം. ആ വാദമുഖം പൂർണ്ണമായി ഉയർത്തുന്നതിൽ പ്രോസിക്യൂഷൻ വിജയിച്ചിരിക്കുകയാണ്. കേരള പോലീസും കൃത്യമായ രീതിയിൽ അന്വേഷിച്ച് നേരിട്ടുള്ള ദൃക്സാക്ഷികളില്ലാത്ത ഒരു കേസിൽ സാഹചര്യ തെളിവുകളിലൂടെ ഈ പ്രതിക്ക് പരമാവധി ശിക്ഷ വാങ്ങി നൽകാനായി എന്നുള്ളത് പ്രോസിക്യൂഷനെ സംബന്ധിച്ചും പോലീസിനെ സംബന്ധിച്ചും നേട്ടമാണല്ലോ. ദൃക്സാക്ഷികളില്ലാത്ത ഒരു കേസിൽ പരമാവധി ക്യാപിറ്റൽ പണിഷ്മെന്റിലേക്ക് ഒരു കേസിന്റെ വിധി പ്രസ്താവത്തെ എത്തിക്കണമെങ്കിൽ 2 പേരുടെ പങ്ക് നമുക്ക് എടുത്തു പറഞ്ഞേ മതിയാകും. അതൊന്ന് പ്രോസിക്യൂഷനും മറ്റൊന്ന് അന്വേഷണ സംഘവുമാണ്. പഴുതടച്ചുള്ള അന്വേഷണം, കൃത്യമായ തെളിവ് ശേഖരിക്കൽ, അത് കോടതിക്ക് മുമ്പിൽ എത്തിക്കൽ, ഇതാണ് ഒരു അന്വേഷണ സംഘത്തിന്റെ ഏറ്റവും പരമപ്രധാനമായ ലക്ഷ്യം. അക്കാര്യത്തിൽ കേരള പോലീസ് വലിയ രീതിയിൽ, പെരുകട പോലീസും അന്ന് AC ആയിട്ട് ഉൾപ്പെടെ ഉള്ള ആളുകളുടെ ഒരു ഇടപെടൽ, അങ്ങനെ കേസ് അന്വേഷണം വളരെ കൃത്യമായി, വളരെ വേഗത്തിൽ പ്രതിയെ പിടികൂടാൻ, പിടികൂടിയ പ്രതിക്കെതിരെ കൃത്യമായ തെളിവുകൾ ശേഖരിക്കാൻ, കൊല്ലാൻ ഉപയോഗിച്ച ആയുധം അത് ഇയാൾ ജോലി ചെയ്തിരുന്ന തട്ടുകടയിൽ നിന്ന് കണ്ടെത്തുന്നു. അതിനുശേഷം ഇയാളുടെ ചോരക്കറ പടർന്ന അല്ലെങ്കിൽ വിനീതയുടെ ചോരക്കറ ഉണ്ടായിരുന്ന വസ്ത്രം തിരുവനന്തപുരത്തെ ഈ പറയുന്ന തെരുവുക്കടയിലെ കുളത്തിൽ നിന്ന് കണ്ടെടുക്കുന്നു. അങ്ങനെ എല്ലാ തെളിവുകളും ശേഖരിക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പ്രോസിക്യൂഷന്റെ ഒരു മികവ് തന്നെയാണ്. ഈ ദൃക്സാക്ഷിമൊഴികൾ ഇല്ലാതിരുന്ന കേസിൽ വളരെ കൃത്യമായി രാജേന്ദ്രനെതിരെ തെളിവുകൾ നിരത്താൻ പ്രോസിക്യൂഷന് സാധിച്ചിരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഉണ്ട് ബിനിൽ, അത് നമ്മൾ
ഏറ്റവും ശ്രദ്ധേയമായി പരിശോധിക്കേണ്ടതാണ്. കാരണം ഈ സംഭവം നടക്കുന്നത് 2022 ഫെബ്രുവരി 6-ാം തീയതിയാണ്. 2022 എന്ന് പറയുമ്പോൾ കോവിഡ് ലോകത്താകമാനം ആശങ്കയുണ്ടാക്കി, ആളുകൾക്ക് പുറത്തിറങ്ങാൻ കഴിയാത്തൊരു സാഹചര്യം. ഈ കടയിലേക്ക്, ചെടിക്കടയിലേക്ക് ആഴ്ചയിൽ ഒരിക്കൽ വന്ന് വെള്ളം ഒഴിച്ചിട്ട് പോവുകയാണ് വിനീത. അങ്ങനെയുള്ള സമയത്ത് നടന്ന കൊലപാതകം. ആളുകൾ കൂടുതലായി നഗരങ്ങളിലോ അല്ലെങ്കിൽ റോഡുകളിലോ ഇല്ല. അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു മാത്രമല്ല ഈ പരിസരം നടത്തുന്നതിൽ പോലും പോലീസിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. കാരണം കോവിഡ് കാലഘട്ടത്തിൽ എവിടെയൊക്കെ കയറി പരിശോധിക്കാൻ കഴിയും എന്തൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് വളരെ കൃത്യമായ ഒരു അന്വേഷണം പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. വളരെ കൃത്യമായ പ്രോസിക്യൂട്ടർ എം സലാഹുദ്ദീൻ ഉൾപ്പെടെയുള്ള ആ ടീം അവരും നന്നായി പെർഫോം ചെയ്തു. തിരുവനന്തപുരം 7-ാം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി പ്രസൂൺ മോഹനാണ് അമ്പലമുക്ക് കൊലക്കേസിലെ പ്രതി എസ് രാജേന്ദ്രന് വധശിക്ഷ വിധിച്ചിരിക്കുന്നത്. അനു, ഒപ്പം തന്നെ ഈ രാജേന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തി നേരത്തെ ഈ തമിഴ്നാട്ടിൽ വെച്ച് 3 പേരെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണല്ലോ. അതിൽ ജാമ്യത്തിൽ ഇറങ്ങി നടക്കുമ്പോഴാണല്ലോ ഇപ്പോൾ ഈ കൊലപാതകം നടത്തിയത്. തിരുവനന്തപുരത്തെ തട്ടുകടയിൽ ജോലി ചെയ്യുമ്പോൾ വെള്ളമടം സ്വദേശിയായിട്ടുള്ള കസ്റ്റംസ് ഓഫീസർ സുബ്ബയ്യൻ, ഭാര്യ വാസന്തി, ഇവരുടെ വളർത്തുമകളായ അഭിശ്രീ എന്നിവരെ കൊലപ്പെടുത്തി. ഈ കൊലപാതകവും സ്റ്റോക്ക് മാർക്കറ്റിൽ ഓൺലൈനായി പണം നിക്ഷേപിക്കുന്നതിന് വേണ്ടിയായിരുന്നു എന്ന വിവരങ്ങൾ അന്ന് പുറത്തു വന്നിരുന്നു. ഇപ്പോൾ ഈ വിനീതയെ കൊലപ്പെടുത്തിയത് 4.5 പവന്റെ മാല കവർന്നത്, ഒരു മനുഷ്യജീവൻ എടുത്തത് ഈ പണം നിക്ഷേപിക്കുന്നതിന് വേണ്ടിയാണ് എന്ന് പോലീസ് കണ്ടെത്തിയിരുന്നല്ലോ. അപ്പോൾ ഈ വ്യക്തിയുടെ ഒരു ക്രിമിനൽ പശ്ചാത്തലം ഈ വധശിക്ഷ നൽകുന്നതിന് പ്രധാനപ്പെട്ട ഒരു ഘടകമായി കോടതി പരിശോധിച്ചിരിക്കാം, അല്ലെങ്കിൽ പരിഗണിച്ചിരിക്കാം, അല്ലേ അനു? ഈ കസ്റ്റംസ് ഓഫീസറുടെ കുടുംബം എന്ന് പറയും, കസ്റ്റംസ് ഓഫീസറുമായും അദ്ദേഹത്തിന്റെ ഭാര്യയുമായും വളർത്തുമകളുമായും ആ കുടുംബവുമായി വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്ന ആളാണ് രാജേന്ദ്രൻ. ആ വീട്ടിൽ നിരന്തരം വരുമായിരുന്നു, ഇയാൾ അവരെ സഹായിക്കുമായിരുന്നു. മാത്രമല്ല ഈ രാജേന്ദ്രനെ അവർ സഹായം നൽകിയിരുന്നു. അങ്ങനെയുള്ള വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഒരു കുടുംബത്തെയാണ് ഇയാൾ കുറച്ച് പണത്തിന് വേണ്ടി ഇല്ലായ്മ ചെയ്തത്. അത് തന്നെയാണ് കോടതി ഏറ്റവും പ്രധാനമായി കോടതിയിൽ പ്രോസിക്യൂഷൻ ഉയർത്തിക്കാണിച്ചതും. അങ്ങനെ ആ കേസ് ജാമ്യത്തിലിറങ്ങുന്ന പ്രതി മറ്റൊരു അതിക്രൂര കൊലപാതകം നടത്തുന്നു. അതിനുശേഷം ആ പെൺകുട്ടിയുടെ അല്ലെങ്കിൽ ആ യുവതിയുടെ കഴുത്തിലെ മാല കന്യാകുമാരി ജില്ലയിലെ തോവാളക്കടുത്ത് കാവൽക്കിണറിൽ കൊണ്ടുപോയി അവിടെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ പണയം വെക്കുന്നു. ആ പണവുമായിട്ടാണ് ഇയാൾ ലോഡ്ജിൽ താമസിക്കുമ്പോഴാണ് തിരുവനന്തപുരം പ്രത്യേക അന്വേഷണ സംഘം, അന്ന് കേസ് അന്വേഷണ സംഘം, അന്ന് ഷാഡോ ടീമൊക്കെ കൂടെ ഉൾപ്പെടെ ഈ പ്രതിയെ കാവൽക്കിണറിലെത്തി അറസ്റ്റ് ചെയ്യുന്നത്. പിന്നീട് തെളിവെടുപ്പ് നടത്തുന്നു. പ്രതി കുറ്റം സമ്മതിക്കാൻ സാധ്യത. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം കോടതിയിൽ അദ്ദേഹം പറയുന്നത് താൻ സാധാരണക്കാരെ സഹായിക്കുന്ന ആളാണ്, തനിക്ക് എയ്ഡ്സ് രോഗിയെ താൻ പണ്ട് എയ്ഡ്സ് രോഗികളെ ശുശ്രൂഷിച്ചിട്ടുണ്ട്, മാത്രമല്ല തനിക്ക് സാധാരണക്കാർക്ക് നിയമ സഹായം നൽകണമെന്ന് ആഗ്രഹമുണ്ട്, അതുകൊണ്ട് തനിക്കൊരു അഭിഭാഷകനാകണം, അതുകൊണ്ട് തന്നെ വെറുതെ വിടണം എന്നൊക്കെയുള്ള വളരെ വിചിത്രമായ വാദമുഖങ്ങൾ കോടതിയിൽ കഴിഞ്ഞ ദിവസം രാജേന്ദ്രൻ മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ അതൊന്നും പ്രധാനമായും 7 റിപ്പോർട്ടുകളാണ് തിരുവനന്തപുരം 7-ാം അഡീഷണൽ ജില്ലാ സെഷൻസ് ജഡ്ജ് പ്രസൂൺ മോഹൻ ആവശ്യപ്പെട്ടത്. അത് റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും, സൈക്കാട്രിസ്റ്റിൽ നിന്നും, അതുകൂടാതെ തന്നെ കന്യാകുമാരി കളക്ടറിൽ നിന്നും ഉൾപ്പെടെ ഇയാളുടെ മുഴുവൻ വിവരങ്ങളും കോടതി 7 റിപ്പോർട്ടുകളിലായി വിളിച്ചു വരുത്തുന്നു. അത് പരിശോധിക്കുന്നു. അതിനുശേഷം പ്രതി ഈ കുറ്റം ചെയ്തിരിക്കുന്നു, പ്രതി യാതൊരുവിധ ഈ പറയുന്ന ഇളവോ അല്ലെങ്കിൽ അനുകമ്പയോ അർഹിക്കുന്നില്ല, പ്രതിക്ക് തൂക്കുകയർ വധശിക്ഷ നൽകണം എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിധി പ്രസ്താവത്തിലേക്ക് കോടതി കടക്കുന്നു. നമുക്കറിയാം ഇപ്പോൾ ഈ വിധി പ്രസ്താവം ഇപ്പോൾ ഈ ജില്ലാ സെഷൻസ് കോടതി നടത്തിയെങ്കിലും ഈ വധശിക്ഷ എന്നുള്ളത് ശിക്ഷയാകണമെങ്കിൽ അല്ലെങ്കിൽ അത് ഉറപ്പാകണമെങ്കിൽ ഹൈക്കോടതി ഈ പറയുന്ന ശിക്ഷാവിധി അംഗീകരിക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരു നിയമപ്രശ്നം കൂടെ ഇക്കാര്യത്തിലുണ്ട്. പക്ഷേ നിലവിൽ സെഷൻസ് കോടതി അഡീഷണൽ സെഷൻസ് കോടതിയിൽ കാണാൻ ഈ വധശിക്ഷ വിധിക്കാനുള്ള അവകാശമുള്ളത് അല്ലെങ്കിൽ അധികാരമുള്ളത് ആ കോടതി, അതായത് വിചാരണ കോടതി തന്നെ പ്രതിക്ക് ഏറ്റവും പരമപ്രധാനമായ അല്ലെങ്കിൽ ഏറ്റവും വലിയ ക്യാപിറ്റൽ പണിഷ്മെന്റ് നൽകിയിരിക്കുന്നു. രാജേന്ദ്രന് തൂക്കുകയർ കൊലപാതകം 2022 ഫെബ്രുവരി 6-നാണ് ഉണ്ടായിരുന്നത്. അലങ്കാരച്ചെടി കടയിൽ വെച്ച് വിനീതയെ കുത്തിക്കൊന്നു എന്നുള്ളതാണ് കേസ്. കവർച്ച, കൊലപാതകം, തെളിവ് നശിപ്പിക്കൽ എന്നിവയാണ് പ്രതിക്ക് നേരെ ചുമത്തിയിട്ടുള്ള കുറ്റങ്ങൾ. സ്വർണ്ണമാല കവരുന്നതിനായിരുന്നു കൊലപാതകം നടന്നത്. സ്റ്റോക്ക് മാർക്കറ്റിൽ പണം നിക്ഷേപിക്കാനായിരുന്നു കൊലപാതകം നടത്തിയത്. അതിനു മുൻപ് തമിഴ്നാട് സ്വദേശിയായ കസ്റ്റംസ് ഉദ്യോഗസ്ഥനെ ഭാര്യയെയും വളർത്തുമകളെയും കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായിരുന്നു. 2022 ഫെബ്രുവരി 6-നാണ് ഈ കൊലപാതകം നടന്നത്. VS അനു നമുക്കൊപ്പം വിശദമായ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അനു, കഴിഞ്ഞ ദിവസം ഈ
കുറ്റക്കാരനാണ് എന്ന് കോടതി വിധിച്ചപ്പോൾ ഈ വ്യക്തി അവിടെ കോടതിയിലെത്തി താൻ ചെയ്ത കുറ്റങ്ങൾ അല്ലെ ഏൽക്കാൻ പറ്റുകയുള്ളൂ എന്ന വിധത്തിൽ പറഞ്ഞിരുന്നു എന്നുള്ളതാണല്ലോ അനു വ്യക്തമാക്കിയത്. ഇന്നിപ്പോൾ ഈ വ്യക്തിയെ കോടതിയിൽ എത്തിച്ചിരുന്നു. വധശിക്ഷ കേട്ട് ഈ പ്രതി, ക്രൂരമായ കൊലപാതകം ചെയ്യുന്ന, ഹീന കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ഈ പ്രതിയുടെ ഭാവത്തിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടായിരുന്നു അനു? നമ്മളിപ്പോ കോടതിയുടെ പുറത്താണ് ബിനിൽ നിൽക്കുന്നത്. അല്പസമയത്തിനകം പ്രോസിക്യൂട്ടറും അതുകൂടാതെ തന്നെ വിനീതയുടെ മാതാപിതാക്കൾ കോടതിയിൽ എത്തിയിട്ടുണ്ട്. അവർ പുറത്തേക്ക് വരും. അവരുടെ പ്രതികരണങ്ങൾ ഉൾപ്പെടെ നമുക്ക് കടക്കാം. നമുക്ക് അന്വേഷണ ഉദ്യോഗസ്ഥരോട് അത് സംബന്ധിച്ച് ഇയാൾ ഏത് തരത്തിലാണ് ഇത്രയും വലിയ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കേസിൽ വിധി വരുമ്പോൾ ഇയാൾ ഏത് തരത്തിലാണ് പ്രതികരിച്ചത് എന്നടക്കമുള്ള കാര്യങ്ങൾ പറയാം. പക്ഷേ കഴിഞ്ഞ ദിവസം ഈ കേസ് എടുക്കുമ്പോൾ അയാൾ പറയുന്നത് താൻ ഇത് ചെയ്തിട്ടില്ല, തന്നെ ഈ പോലീസ് ഇങ്ങനെ ഒരു കാര്യത്തിൽ കുടുക്കുകയായിരുന്നു, അതുകൊണ്ട് തന്നെ താൻ മുഗൾ കോടതികളിൽ നിന്ന് തനിക്ക് അനുകൂലമായ വിധി ഉണ്ടാകും, മാത്രമല്ല താൻ ചെയ്യാത്ത കുറ്റമായതുകൊണ്ട് തന്നെ തനിക്ക് ഇക്കാര്യത്തിൽ യാതൊരുവിധ മനസ്താപവും ഇല്ല എന്നുള്ള കാര്യം അദ്ദേഹം കോടതിയിൽ പറയുന്നു. ഏതായിരുന്നാലും 70 വയസ്സുള്ള അമ്മയെ പരിപാലിക്കണം, അതുകൊണ്ട് തന്നെ വെറുതെ വിടണം എന്നൊക്കെയുള്ള ആവശ്യങ്ങളാണ് ഇയാൾ കഴിഞ്ഞ ദിവസം കോടതിയുടെ മുന്നിലേക്ക് വെച്ചത്. പക്ഷെ കോടതി അതിനെ മുഴുവൻ നിരാകരിക്കുന്നു. കാരണം നോക്കൂ, ഒരു പണത്തിന് വേണ്ടി പരിചയക്കാരായ വളരെ അടുത്ത ബന്ധം പുലർത്തിയ ഒരു കുടുംബത്തെ ആകെ ഇല്ലായ്മ ചെയ്ത ഒരു പ്രതി അവിടെ നിന്ന് ജാമ്യത്തിലിറങ്ങുന്നു, മറ്റൊരു സംസ്ഥാനത്തേക്ക്, ഇപ്പൊ നമ്മൾ അതിർത്തി ജില്ലയാണെന്ന് പറയാൻ കൂടി മറ്റൊരു സംസ്ഥാനത്തേക്ക് കടക്കുന്നു. അവിടെ ഒരു സാധാരണ ഒരു ചായക്കടയിൽ ഒരു സാധാരണ ജീവനക്കാരനായി നിൽക്കുന്നു. ആരും മറ്റ് പ്രശ്നങ്ങളൊന്നും പറയാത്ത ഒരാൾ, അയാൾ വളരെ ഒരു സുപ്രഭാതത്തിൽ അതിക്രൂരമായ ഒരു കൊലപാതകം നടത്തുകയാണ്. ഇങ്ങനെയുള്ള ആളുകൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഇയാൾക്ക് ശിക്ഷ ഉറപ്പാക്കിയില്ലെങ്കിൽ ഇയാൾ ഒരു പൊതുസമൂഹത്തിലേക്ക് എങ്ങനെയാണ് ഇനിയും വിടാൻ കഴിയുക? നാളെ മറ്റാരെങ്കിലും കൊലപ്പെടുത്തില്ല എന്ന് എന്ത് ഉറപ്പാണ് കോടതിക്ക് നൽകാൻ കഴിയുക എന്നുള്ള കാര്യങ്ങളാണ് പ്രോസിക്യൂഷൻ കഴിഞ്ഞ ദിവസം കോടതിയിൽ അതിശക്തമായി ബാധിച്ചത്. കാരണം ഈ 4 കൊലപാതകങ്ങൾ 3 സ്ത്രീകളാണ്. നാളെയും നമ്മുടെ റോഡുകളിൽ സ്ത്രീകൾ നടന്നു പോകാം, ഈ സ്വർണ്ണ മാലയും വളയും വിട്ട സ്ത്രീകൾ നടന്നു പോകാം. അവരെയൊന്നും ഇയാൾ പണത്തിന് വേണ്ടി കൊല്ലില്ല എന്ന് എന്ത് ഉറപ്പാണ് ഉള്ളത് എന്നുള്ള പ്രോസിക്യൂഷന്റെ വളരെ ശക്തമായ കൃത്യമായ ചോദ്യം അത് കോടതി പരിഗണിച്ചിരിക്കുന്നു. പ്രതിക്ക് ഏറ്റവും വലിയ വധശിക്ഷ തന്നെ കോടതി വിധിച്ചിരിക്കുന്നു. വധശിക്ഷ അത് നിയമപ്രാബല്യത്തിൽ വരണമെങ്കിൽ ഹൈക്കോടതിയുടെ അംഗീകാരം കൂടി വേണ്ടതുണ്ട്. അത് വരേണ്ട കേസ് മുറയ്ക്ക് അത് ഉണ്ടാകും. ഏതായാലും നാടിനെ നടുക്കിയ കോവിഡ് കാലത്ത് മനുഷ്യൻ അങ്ങേയറ്റം തളച്ചിടപ്പെട്ട ഒരു കാലത്ത് നടന്ന അതിക്രൂരമായ ഒരു കൊലപാതകം, കേരള പോലീസിന്റെ ഏറ്റവും അഭിമാനകരമായ അന്വേഷണ മികവ്, തെളിവ് ശേഖരിക്കൽ, പ്രോസിക്യൂഷന്റെ കൃത്യമായ ഇടപെടൽ, അവതരണം, കോടതിയെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തൽ എന്നിവ എല്ലാം ഒരു ഫലപ്രാപ്തി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. വിനീത കൊലക്കേസിൽ പ്രതി രാജേന്ദ്രന് കോടതി തൂക്കുകയർ വിധിച്ചിരിക്കുന്നു. ബിനിൽ, ഓക്കെ, 2022 ഫെബ്രുവരി 6 നടന്ന കൊലപാതകത്തിൽ ഇപ്പോൾ തൂക്കുകയർ, ക്രൂരമായ കുറ്റകൃത്യം നടത്തിയ പ്രതി രാജേന്ദ്രൻ തൂക്കുകയർ തന്നെ തിരുവനന്തപുരം സെഷൻസ് കോടതി വിധിച്ചിരിക്കുകയാണെന്നുള്ള നിർണായകമായ വാർത്തയാണ് VS അനൂപ് പങ്കുവച്ചിട്ടുള്ളത്. നേരത്തെയും സമാനമായ രീതിയിൽ ക്രൂരമായ കുറ്റകൃത്യങ്ങൾ പണത്തിനു വേണ്ടി നടത്തിയിട്ടുള്ള പ്രതിയുടെ മുൻകാല കുറ്റകൃത്യ പരിചയം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് അപൂർവങ്ങളിൽ അപൂർവം എന്ന് കണ്ട് ഈ കേസിൽ കോടതി വധശിക്ഷ തന്നെ നൽകിയിരിക്കുന്നത്. അനുവാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്.